മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പരമശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും േക്കും മഹിമയാണെന്നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്ന് നടത്തണമേ നല്ലവരത്തുവരം ഭാഗേ. കർത്താവേ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശനിയാകുന്നു. ജീവന്റെ മരണത്തിൽ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നതനിർമ്മലനാം മിശിഹാനാഥ മഹനീയമായ നീതിവിധസ്ഥൻ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നതിനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ മാതൃകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറുകളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകായ
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ
പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സഹോദരിയുടെ ആനന്ദത്തിനായി നമുക്ക് അവർക്കും ചെറിയ
പരിപാലിക്കണമേ ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ ബാക്കി
ബലിയർപ്പിക്കണമേ. ഈ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുകയാണ്. നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചു പോയ ഈ സഹോദരിയുടെ വേർപാട് നമ്മൾ ദുഃഖത്തിലാണ് എങ്കിലും അവൾ നിത്യമായി സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കുന്ന വക നൽകുന്നുണ്ട്. എങ്കിലും ദുഃഖം മരണം എപ്പോഴും വേർപാടാണ്. അത് ദുഃഖം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നാമത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തിരുസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രാർത്ഥന സകലത്തിന്റെയും നാഥൻ ദൈവമായ മിശിഹായി എന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രദർശനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സത്യമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ ഈ പ്രിയ സഹോദരി മകളേക്കായി നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോയ പ്രിയപ്പെട്ട സഹോദരി പാർട്ടിക്കാരുടെ നേതൃയോർക്ക് അനുശോചിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പ്രതികരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷ പ്രാർത്ഥനാരൂപിയിലും അതുപോലെ അനുശോചനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സംയുക്തമായിട്ടുള്ള രൂപയിൽ നിറവേറ്റുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോനെ അനുഗ്രഹമുണ്ടായിരിക്കും. ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അവർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അറിയും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസയ്ക്ക് വരമിന്നരുളേണം. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായും വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വാക്യങ്ങൾ ശാന്തി വിശ്വത്തിന്റെ
മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിനോടുകൂടെ നാം ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. യുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ വൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മരണം ഒരു നാൾ ഓർക്കുക മർത്യാണി ഉള്ളപ്പോരുന്നിൻ ജീവിത ചെയ്തികളും. ഒരു വഴിയിൽ മാർഗരീതാമശി ഞങ്ങൾ അതുപോലെ എല്ലാവരുമൊക്കെ ഷോർട്ടായിട്ട് ചെറുതായിട്ട് മല്ലിയമ്മ എന്ന് വിളിക്കും. മരണത്തെ നോക്കി പാർത്തിരുന്ന ഒരു ജീവിതമായിട്ട് ഈ ജീവിതത്തെ കുറെ നാളുകൾക്ക് മുമ്പ് ഉടനെ അറിയുവാനായിട്ട് സാധിച്ചു. താൻ രോഗിയാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. ആ രോഗാവസ്ഥയിൽ മക്കളുടെ അതുപോലെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ശുശ്രൂഷ അവർ വരുമ്പോൾ കാണുവാനായിട്ട് ഒക്കെ ഓടി വരുമ്പോഴും ഒക്കെ സ്വീകരിക്കുന്ന, ഇനി കടന്നു പോകേണ്ട സമയമായി എന്നുള്ള ഉത്തമ ബോധ്യത്തിലായിരിക്കുന്ന ഒരമ്മച്ചിയെ പലപ്പോഴും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ചെന്ന് അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, അച്ഛാ ഇനി ഇത് കടന്നു പോയാൽ മതി, പോകുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് ജന്മം ലഭിച്ചാൽ ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് മരണം എന്നുള്ളത്. അങ്ങനെ സുനിശ്ചിതമായിട്ടുള്ള ആ യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും മറന്നാണ് ജീവിക്കുക. ഇങ്ങനെയുള്ള മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോഴും അതിന്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും നമ്മൾ വീണ്ടും സൗകര്യപൂർവ്വം പല കാര്യങ്ങളുമൊക്കെ മറന്നു പോകുന്നു. എന്നിട്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ഒരു ചിന്തയോടുകൂടി ജീവിച്ചവനായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പങ്കെടുക്കുന്ന ഈ മൃതസംസ്കാര ശുശ്രൂഷയില് നമ്മളെ വിട്ടുപോകുന്ന ഈ മല്ലിയമ്മച്ചിയും തന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് തയ്യാറായി ഒരുങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം മുന്നിൽ കാണുവാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ കാണുവാനും അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ആ ഒരു രീതിയിൽ സ്വീകരിക്കുവാനും സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ വരുമ്പോൾ മക്കള് ഒക്കെ ശുശ്രൂഷിക്കുകയും മക്കളുടെ വലിയ ശുശ്രൂഷയും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുടുംബനാഥയായി മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, പിന്നീട് ആകാവുന്ന കാലഘട്ടങ്ങളിൽ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒക്കെ ജീവിച്ച്
ഈ ലോകത്തിൽ നിന്നും തമ്പുരാനിലേക്ക് താൻ എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ടേക്ക് തിരിച്ച് യാത്രയാകുന്ന ഈ വ്യക്തിയെ ഈ മൃദുസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ഒരു വലിയ ഗുണമുണ്ടാകണം. ഞാനും നിങ്ങളുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നും സാധിക്കണം. അമ്മ എന്ന് പറയുന്ന യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഇന്ന് മക്കള് 6 മക്കള്, 3 ആൺമക്കളും 3 പെൺകുട്ടി മക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ പ്രിയപ്പെട്ടവരുമൊക്കെ ഇന്ന് ഈ മൃത ശരീരത്തിന്റെ അടുത്തു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വലിയ ഒരു യാഥാർത്ഥ്യത്തെയാണ് നഷ്ടപ്പെടുക. നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ജീവിതം, അമ്മ എന്ന് പറയുന്ന ജീവിതം, മക്കൾക്ക് ജന്മം നൽകി മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം വ്യയം ചെയ്ത് ഇന്ന് നിങ്ങളൊക്കെ എന്തായിരിക്കുന്നുവോ നമ്മളൊക്കെ എന്തായിരിക്കുന്നുവോ അതിനു വേണ്ടി ആയുസ്സും ആരോഗ്യവും വ്യയം ചെയ്ത് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. നൽകിയ മക്കൾക്ക് വേണ്ടി വിശ്വാസം പകർന്നു കൊടുത്ത് ജീവിത പങ്കാളിയെ നേരത്തെ പോയപ്പോഴും അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കുറവ് കൂടി പരിഹരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അമ്മ എന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു പോകുമ്പോൾ അത് വലിയ ഒരു വിടവ് സൃഷ്ടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. വിശ്വാസ വർഷത്തിലൂടെ കടന്നു പോവുകയാണ് ഞാനും നിങ്ങളും. പരിശുദ്ധ പിതാവ് വിശ്വാസവർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമുക്ക് കാർന്നോന്മാരിലൂടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി കടന്നുപോയവരിലൂടെ ദൈവം നൽകിയ വലിയ വിശ്വാസം, അവര് ജീവിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി. ഈ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചിട്ടാണ് ഓരോ കാർന്നോന്മാരും ഈ ലോകത്തിൽ നിന്ന് പോവുക. ആ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകണം. പൗലോസ്ലീഹ പറയുന്നത് പോലെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിതമായി നൽകുന്ന ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ വർഷവും മാസവും ഒക്കെ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മളോടൊപ്പമായിരുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച ആ അമ്മച്ചിയുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകള്, പോരായ്മകള്, പാപങ്ങള്, അതൊക്കെ അനന്തകാരുണികനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഈ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേദനിക്കുന്ന മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കൊച്ചുമക്കൾക്കും ഈ കൂട്ടായ്മയ്ക്ക് വേദനിക്കുന്ന എല്ലാവരുടെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ലാസറിന്റെ മരണത്തില് അവരുടെ സഹോദരിമാരെ ആശ്വസിപ്പിച്ച കർത്താവ് ഈ ഭവനത്തില് ഈ മക്കളോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. അങ്ങനെ ദൈവത്തില് വിശ്വസിച്ചുകൊണ്ട് അവരിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഈ വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും പ്രാർത്ഥനയും പ്രകടിപ്പിക്കുന്നതിന്, അതിനപ്പുറം ഈ വ്യക്തിയോട് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതിന്, ഈ ആത്മാവിനെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്, ഈ വ്യക്തിയിലുണ്ടായിരുന്ന വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന്, അതിന് സാക്ഷികളായി തീരുന്നതിന്, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരുടെയും ഒത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവതിരുസന്നിധിയിൽ ഈ ആത്മാവിനെയും ദൈവം ചേർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. അതിന്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന മിശിഹായെ, നിന്റെ കരുത്ത് ഞാൻ ഈ ലോകം പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാവൽത്തായതിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും വാഗ്ദാനം ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാസറിന്റെ സ്വയം കണ്ണുനീരത്തിന്റെ മിശിഹായെ, കനിയതയുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും
ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം. സർവശക്തനായ പിതാവ് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും രക്ഷിതാക്കളുമായ സർവേശ്വര അന്നൊരു ദിവസം ബെസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും ഏറ്റിരുന്നു. അന്നൊരു ദിവസം ബെസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും മരണമടങ്ങൊരു സോദരനെ ചിന്തിച്ചവരിൽ നെടുവിൽപ്പെട്ടു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുയരം ഞാനാകുന്നു കരയരുദേവൻ കരുണയുടന്തിരമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ വല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു. ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ ആശംസിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ.
മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോ. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോലെ ശരണവും അരുളിടാം. ശബ്ദമുയർത്തുമ്പോൾ കല്ലറ
ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല. ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനോഹരമാകുന്ന വിശുദ്ധ മാമോദീസായാനുഗ്രഹവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ രൂപത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കവർന്ന് നീ പുറത്തിരീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാപുത്രനും പരിശുദ്ധാറുമായുമാവുന്ന സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നൽകവരത്തു വലം പാകേ ആകാശവും ഈ ബോധനവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റോഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ കുത്താനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഭാവനയ്ക്ക് പൂർത്തി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാറുഹായുമാവുന്ന സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലേശ്വ മർത്തയോരം കൂടെ കടശേലുത്താനം നിരരാങ്കനിവാർമരുളട്ടെ കർത്താവകിലേശൻ. നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടും. പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചറിയത്തിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി.
ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും. ഞാൻ കണ്ണീര് കുടിക്കുന്നു എന്നുകൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. ആത്മാവെ നീ നിരാശപ്പെടുന്നു. ഈ വിശ്വാസമോ ഈ ദൈവത്തെ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ഏർപ്പെട്ട കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിന്റെ ദാസി വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഭിനയമായ നിത്യജീവൻ നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓർസ്ഥത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായിലും ഒരേ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്ഥാനം സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യനിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയ